ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ ചേമ്പ് കറി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറിയ പീസ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വേവുള്ളത് കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ്. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരുന്നത്. അത്യാവശ്യം വേവുള്ളത് കൊണ്ട് ഇതിൻ്റെ മുകളിൽ വെള്ളം വെക്കുന്നത് നല്ലതാണ്. ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം. പിന്നെ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 4 അല്ലി ചീരുള്ളി എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകമാണ് യൂസ് ചെയ്യണത്. എന്നിട്ടിട്ടത് നല്ല അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ചേമ്പായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ തിളച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറുകി വരും. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറവായതുകൊണ്ട് അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ തന്നെ എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.